അല്ല ഗേസ്, നമ്മൾക്ക് നമ്മളെ ജാവ ഫിഞ്ചസിൻ്റെ മുട്ട വിരിഞ്ഞൊന്ന് വെറുതെ ഒന്ന് നോക്കി നോക്കാം. ഇതിനായിട്ടുള്ള ഇതിൽ അങ്ങാടിക്കുരുവിയാണോ എന്ന് വെച്ച്, അത് അങ്ങാടിക്കുരുവിയാണ്. അത് ചെറിയ ഡാമേജ് പറ്റിയപ്പോൾ രണ്ടെണ്ണത്തിന് പരിക്കുള്ളതിനെ കൊണ്ടുവന്ന കേട്ടോ, പൂച്ച പിടിച്ച് അതിന് ട്രീറ്റ് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട്. അതിനെ നമുക്ക് വിടണം, പക്ഷേ അതൊന്നും പിടിക്കാൻ വേണ്ടി കിട്ടുന്നില്ല. നമ്മൾ പിടിക്കുമ്പോൾ മറ്റേ കിളികൾ ഭയങ്കരമായിട്ട് പറന്ന് ഇതാകുകയാണ്. അപ്പോൾ നമുക്ക് മറ്റുള്ള ഞാൻ എന്തായാലും വിടും. അപ്പോൾ ആ ജാവ ഫിഞ്ചസിൻ്റെ കൂട്ടിൽ നമ്മളെ ഈ ലവ് ബേർഡ്സ് ബ്രീഡിങ്ങിനായിട്ടാന്ന് തോന്നുന്നു. ഭയങ്കര ഇടങ്ങേറാക്കല കേട്ടോ. ഇവർ രണ്ടാളും മഞ്ഞ ഫീമെയിലാണ്. ഇങ്ങനെ ഫുള്ള് ഭയങ്കര ഇടങ്ങേറാക്കല അതിനെ. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്ക് നമ്മളെ മണിക്കുട്ടി ഇവിടെ നമ്മളെ ചോട്ടുവിനെ കണ്ടിട്ട് ഞാൻ നിൽക്കുന്നു. ചോട്ടുവിനെ തന്നെ നോക്കിക്കുക. ഇടയ്ക്ക് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങും മണിക്കുട്ടി. മണിക്കുട്ടി ഇതാക്കണേ ചോട്ടുവിനെ തന്നെ ഉന്നം വെച്ച് നിൽക്കുക കേട്ടോ. ചോട്ടുവിൻ്റെ അടുത്ത് നല്ല കൊത്തിട്ടിരുന്നു. നമ്മളന്ന് ആദ്യം അകത്ത് വെച്ചിരുന്നു കൂട്. അത് കൂടിൻ്റെ മേലെ കയറിയപ്പോൾ ചോട്ട് നല്ലൊരു കൊത്ത് കൊടുത്തു കാലിന് മണിക്കുട്ടിൻ്റെ. അത് മുട്ടത്തോടെ കിട്ടുന്നുണ്ട് കേട്ടോ. മുട്ടത്തോടൊക്കെ ഈ മുട്ടടാനൊക്കെ നല്ലതാണ്. കിളികൾ പെട്ടെന്ന് ബ്രീഡാവും, കാൽസ്യത്തിന് നല്ലതാണ്. നമുക്ക് ചാടി കയറുന്ന എടുക്കാൻ പറ്റിയില്ല. മണിക്കുട്ടി കയറി മേലെത്തി. കൂടിൻ്റെ മേലുള്ള മണിക്കുട്ടിൻ്റെ പിന്നെ ഇപ്പം നമുക്ക് മീനിപ്പോൾ നമ്മളടുത്ത് ബാക്കിയുള്ള മീൻ ഇതിലുള്ള ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. കുറച്ച് ഗപ്പീസ് മാത്രമേ ഉള്ളൂ. ബാക്കി മീനൊക്കെ നമ്മൾ ഒഴിവാക്കി. വീട് പണിയൊക്കെ ആയതുകൊണ്ട് കുറേ നമ്മൾ അലിഗേറ്റർ പെയിൻറ്റ് അതിലേക്ക് മറിഞ്ഞിട്ട് അലിഗേറ്റർ ചത്തുപോയി. ഇതൊറ്റ ഐറ്റം മീനാട്ടോ. എന്താ അതിന് പറയുന്നിട്ട് പേരൊക്കെ മറന്നുപോയി. അത് മാത്രമേ ഉള്ളൂ. അന്ന് ടാങ്കൊക്കെ ഫുള്ള് അഴുക്കായി ഇറക്കുക. ഒന്ന് നന്നാക്കി വൃത്തിയാക്കി കൊടുക്കണം. അപ്പോൾ നമുക്ക് നല്ല കൂടൊന്ന് തുറന്ന് നോക്കാം. ഇതാണ് കൂട്. അപ്പോൾ ജാവ ഫിഞ്ചസ് ഇതിൽ അടയിരിക്കാൻ തോന്നുന്നു. തുറന്ന് നോക്കാം. ഏതോ നല്ല കരയുന്നുണ്ട്, ഏതോന്ന് അറിയില്ല കേട്ടോ. പക്ഷെ മറന്നു കാണുന്നില്ല ക്ലിയർ ആയിട്ട്. വിരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. വിരിഞ്ഞിട്ടൊന്നുമില്ല, എല്ലാം അങ്ങനെ തന്നെ ഉണ്ട്. ചട ഇരിക്കുന്നുണ്ട്. നമുക്കൊന്നുകൂടെ നോക്കാം. എന്തായാലും അലമ്പാക്കുന്നുണ്ട്. നമുക്കത് ക്ലോസ് ചെയ്തെടുക്കാം. ക്ലോസ് ചെയ്തിട്ടുണ്ട്. നമ്മളെ കൂടിൻ്റെ ബാഗ് ചെയ്താൽ അങ്ങനെയൊക്കെ ആണ് കേട്ടോ ഉള്ളത്. നമ്മൾ കുറച്ചും കൂടി ഇങ്ങോട്ട് ഇറക്കണം കൂട്. ഈ കാട്ടിലേക്ക് ഇങ്ങോട്ട് ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ നട്ട് കൂടിൻ്റെ മേലേക്കൊക്കെ ലേശം ഒന്ന് ഇതാക്കി കൊടുക്കണം. കൂടിൻ്റെ ബാക്കിലെ അവസ്ഥ അതാണ്. ഫുള്ള് കാട് പിടിച്ചിരിക്കുന്ന, കാടല്ല ചെടികൾ, കറിവേപ്പില അങ്ങനത്തെയൊക്കെയാണ്. ഒന്ന് റെഡിയാക്കി കൊടുക്കണം. കൂടിൻ്റെ ഈ സൈഡിൽ മാവാണ്. ഇപ്പം ഒന്ന് റെഡിയാക്കണം നമുക്ക്. ചോട്ട് ഇതാക്കണം. ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ കളിക്കുക കേട്ടോ.
ചോട്ടിൻ്റെ മരത്തിൽ നമുക്കൊന്ന് കൂട്ടിക്ക് എടുക്കാൻ പറ്റുമോ നോക്കാം, റൂമിലേക്ക് എടുക്കാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ചോട്ടിന് വല്ലതും ഒന്ന് എടുക്കാൻ പറ്റുമോ നോക്കാം. ചോട്ടു കുട്ടി എന്തിനാ അറിയണേ? എടുത്തിട്ടുണ്ട് ചോട്ടുനെ, നല്ല കടി അടിക്കും കേട്ടോ. അന്ന് ഞാൻ കടിച്ചിട്ട് ഞാൻ വേഗം കൂട്ടിക്കൊണ്ട് ഇട്ടതാ. നമുക്കൊന്ന് റൂമിൽ കൊണ്ടുപോയി വെക്കാം. അമ്പൂനവിടെ കൊണ്ടുപോയി കൊടുക്കുക. ഇതാ ചോട്ട് ഇതാക്കണ്, കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. ഇതാക്കണ് നമ്മൾ അഫിക്കുട്ടി ഇതാക്കണ്, നീക്കുട്ടി ഇതാക്കണ്, നുനുമൂൻ ഇതാക്കണ്, അമ്പരിക്കുട്ടി ഇതാക്കണ്, അമ്പരിക്കുട്ടി. നമുക്ക് ചോട്ടുവിനെയും കൂടി ഞാൻ വിട്ടു നോക്കാം, എന്താണ് സ്ഥിതി നോക്കാം. ചേട്ടാ പോയിക്കോ. ചോട്ടു നമുക്ക് ഈ ജനലിൻ്റെ കമ്പിയുമ്പോൾ അങ്ങനെ ഇരുത്തി നോക്കാം. അവിടെ ജനൽ തുറന്നില്ലല്ലോ, തുറക്കല്ലേ. എൻ്റെ സ്ഥിതി നോക്കാം. കുറേ ദിവസമായിട്ട് വിട്ടിട്ട്. ചോട്ടു വാ 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 ചോട്ടു വാ ചോട്ടു വാ. ചോട്ടു അവിടെ നിന്ന് പറന്ന് പോന്ന് ബെഡിലിരുന്നിക്കണേ. കയറി ആക്കിന് ചോട്ടു, ആക്കിന് ചോട്ടു. ഇറങ്ങാറാക്കല്ല പിന്നെ കടിക്കുന്നുണ്ട്. എന്തെങ്കിലും പറഞ്ഞാൽ കേട്ടോ. അമ്പുട്ടി ചോട്ടനെ നോക്കി നിൽക്കുക കേട്ടോ. ഇതാ ചോട്ടപ്പം എൻ്റെ മേത്തുള്ളത്. അതൊക്കെ അതിന് ഇടങ്ങാറാക്കല്ലടാ. വാ ചോട്ടു വാ വാ ചോട്ടു വാ വാ ചോട്ടു. ഇടങ്ങാറാക്കല്ല. മണിക്കുട്ടി കണ്ട അതിനാണ്ട് പിടിച്ചോണ്ട് കൊണ്ടുപോകും. പിന്നെ തരില്ല മണിക്കുട്ടി. അപ്പോൾ നമുക്ക് എന്താക്കാം, കൂട്ടിലേക്ക് തന്നെ കൊണ്ടുപോയിടാം. അപ്പോൾ നമ്മൾ തിരിച്ച് കൂട്ടിൽ തന്നെ കൊണ്ടുപോയിട്ടിരിക്കണം കേട്ടോ. ഉഷാറാണ്. വയനാട് ഗ്ലാമറൊക്കെ വെച്ചിട്ടുണ്ട്. അതിന് ജോഡി കൊണ്ടുവന്നിട്ട് 2 ജോഡി നമ്മളടുത്തു നിന്ന്. ഒരു ജോഡി ചാടിപ്പോവുകയും ചെയ്ത്, ഒരു ജോഡി ചത്തുപോവുകയും ചെയ്ത്. ഞാനിപ്പോൾ 2 എണ്ണം ഞാൻ വാങ്ങിക്കൊണ്ടുവന്നത്, 2 എണ്ണവും ഇതായിപ്പോയി. ഇനിയിപ്പോൾ ഒന്നുകൂടി കൊണ്ടുവരാൻ നമുക്ക് പാകത്തിലുള്ള നല്ലൊന്ന് കിട്ടിയാൽ കൊണ്ടുവരാം. പിന്നെ കൂടൊന്ന് വലുതാക്കണം. ആ കൂട്ടിൽ അങ്ങനെ ഇട്ടിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ അതൊക്കെ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് എന്താക്കാം, ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ ബൈ.